കനത്ത മഴയെ തുടർന്ന് തൃശൂരിലെ മലയോര മേഖലയിലുള്ള മറ്റത്തൂരിൽ പാടശേഖരങ്ങൾ വെള്ളത്തിനടിയിലായി. വിരിപ്പ് കൃഷി ചെയ്ത 65ഓളം ഏക്കർ പാടവും നേന്ത്രവാഴത്തോട്ടങ്ങളും വെള്ളത്തിനടിയിലായത് കർഷകരെ ആശങ്കയിലാഴ്ത്തി. ചേലക്കാട്ടുകര മറ്റത്തൂരിലെ വലിയ പാടശേഖരങ്ങളിലൊന്നായ കോടാലി പാടശേഖരം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി. 65 ഏക്കറോളം വരുന്ന വിരിപ്പ് കൃഷിയാണ് വെള്ളത്തിനടിയിലായത്. കോടാലി നെല്ലുൽപാദക സമിതിക്ക് കീഴിൽ വരുന്ന പാടശേഖരത്തിലെ പകുതിയോളം നിലത്തിൽ 1 മാസം മുൻപാണ് നടിയിൽ പൂർത്തിയാക്കിയത്. ബാക്കി പകുതി നിലത്തിൽ 3 ആഴ്ച മുമ്പ് വിതയും പൂർത്തിയാക്കിയിരുന്നു. 1 മാസത്തോളം വളർച്ചയെത്തിയതിനാൽ 1-2 ദിവസങ്ങൾ നെൽച്ചെടികൾ വെള്ളത്തിൽ മുങ്ങിക്കിടന്നാലും കൃഷിനാശം ഉണ്ടാകില്ലെന്നാണ് കർഷകർ പറയുന്നത്. എന്നാൽ മഴ തുടരുകയും കൂടുതൽ ദിവസങ്ങൾ നെൽച്ചെടികൾ വെള്ളത്തിനടിയിൽ കിടക്കുകയും ചെയ്താൽ ഓലച്ചീയൽ ബാധിച്ച് നശിച്ചുപോകാനിടയുണ്ടെന്നും കർഷകർ ആശങ്കപ്പെടുന്നു. ഉമ്മാവിത്താണ് ഇക്കുറി കോടാലി പാടശേഖരത്തെ കർഷകർ വിരിപ്പ് കൃഷി ഇറക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതേസമയം ഇന്നലെ പകൽ സമയത്ത് മഴ ശക്തമായി പെയ്യാതിരുന്നതിനാൽ പലയിടത്തും ജലനിരപ്പ് താഴാൻ തുടങ്ങിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.